രാഹുൽ മാങ്കൂട്ടത്തിലിന് ഓരോ ദിവസവും പുതിയ കുരുക്കുമുറുക്കുകയാണ്. എന്നിട്ടും രാഹുൽ ഫാൻസ് കൊടുക്കുന്ന സോഷ്യൽ മീഡിയ സപ്പോർട്ടിന് കുറവ് വരുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. പെയ്ഡ് സപ്പോർട്ടാണോ PR വർക്കാണോ എന്നൊന്നും അറിയില്ലെങ്കിലും ഏത് പുതിയ ആരോപണം വന്നാലും രാഹുലിനെ വെളുപ്പിക്കാനുള്ള ടീമും എത്തും. ആ വെള്ളപൂശൽ ടീംസിന് ഇതാ ഒരു അവസരം കൂടി വന്നിട്ടുണ്ട്. മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സമ്മതമില്ലാതെ പലവട്ടം പീഡിപ്പിച്ചെന്നും ഭീഷണിപ്പെടുത്തിയാണ് അബോർഷന് സമ്മതിപ്പിച്ചതെന്നുമാണ് അവർ ഹർജിയിൽ പറയുന്നത്. രാഹുലിന്റെ ജാമ്യം നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ യുവതി പറയുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത ഇരയുൾപ്പെടെ 10ഓളം പേരെ രാഹുൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊരു ഗുരുതരമായ വെളിപ്പെടുത്തലും യുവതി ഉന്നയിച്ചിരിക്കുകയാണ്. ഇതൊന്നും കൂടാതെ രാഹുലിന് സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും ജാമ്യം നൽകിയത് തന്റെ ജീവന് ഭീഷണിയാണെന്നും ഹർജിയിൽ യുവതി പറയുന്നുണ്ട്. അതേസമയം രണ്ടാം പീഡന കേസിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷന്റെ ഹർജിയിൽ മറുപടി നൽകാൻ വീണ്ടും സമയം വേണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അടുത്ത ചൊവ്വാഴ്ച ഹർജി പരിഗണിക്കും. ഇത് രണ്ടാം തവണയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സമയം നീട്ടി ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് ലൈംഗിക പീഡന പരാതി കൊടുത്ത യുവതിയാണ് ജാമ്യത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് അന്വേഷണ സംഘത്തെ സമീപിച്ചത്. തന്നെ ഫോണിൽ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും പരാതിക്കാരി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്നും ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചത്. കേസ് ഇന്ന് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് മറുപടി നൽകാൻ ഇനിയും സമയം വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയോട് ആവശ്യപ്പെട്ടത്. അതിജീവിത കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിന്റെ തൊട്ടടുത്ത ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ വാട്സാപ്പിൽ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. പെട്ടെന്ന് ഉദിച്ചുയരുകയും മിന്നൽ പിണർ പോലെ പൊലിയുകയും ചെയ്ത രാഷ്ട്രീയ പ്രതിഭാസമാണ് രാഹുൽ മാങ്കൂട്ടം. ലൈംഗികാരോപണങ്ങൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഉയർന്നെങ്കിലും അതിജീവിതയായ യുവതി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി കൈമാറിയതോടെയാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ വീഴ്ചകളുടെ തുടക്കം. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് രാഹുലിനെതിരെ ശബ്ദരേഖ പുറത്തു വന്നത്. പിന്നാലെ മൂന്നാം കക്ഷികളുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. സ്ത്രീകളെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട വകുപ്പുകളായിരുന്നു ചുമത്തിയത്. ആദ്യഘട്ട അന്വേഷണത്തിനിടയിൽ തന്നെ പെൺകുട്ടിയെ കണ്ടെത്തി പോലീസ് മൊഴി ശേഖരിച്ചെങ്കിലും പരാതിയുമായി മുന്നോട്ടു പോകാൻ അവർ തയ്യാറായില്ല. നേരിട്ടുള്ള പരാതികളൊന്നും ഉണ്ടാകാതിരുന്നതിനാൽ ക്രൈംബ്രാഞ്ച് കേസ് 3 മാസത്തോളമായിട്ടും എങ്ങുമെത്തിയില്ല. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ ഇതിനിടെ നിയമസഭയിൽ വരികയും പാലക്കാട്ടെ രാഷ്ട്രീയ പരിപാടികളിൽ ഇടവേളയ്ക്ക് ശേഷം പങ്കെടുക്കാൻ തുടങ്ങുകയും ചെയ്ത ഘട്ടത്തിലാണ് കൂടുതൽ കുറുക്കായി പരാതി എത്തിയത്. പരാതികൾ ഒട്ടേറെ വന്നിട്ടും ഹൂ കെയേഴ്സ് എന്ന മനോഭാവമായിരുന്നു ഈ ഘട്ടങ്ങളിലുടനീളം രാഹുൽ പുലർത്തിയത്. വോയിസ് റെക്കോർഡുകളും വാട്സാപ്പ് ചാറ്റുകളും പലതവണ പുറത്തു വന്നപ്പോഴും നിയമപരമായി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന നിലപാടിൽ രാഹുൽ ഉറച്ചു നിന്നു. മുഖ്യമന്ത്രിയുടെ കയ്യിൽ പരാതി കിട്ടിയിട്ടും നിയമപരമായി കുറ്റമൊന്നും ചെയ്തില്ലെന്ന നിലപാടിലാണ് രാഹുൽ നിന്നത്. നിയമപരമായി നേരിടുമെന്നും കോടതിയിലെല്ലാം ബോധ്യപ്പെടുത്തുമെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ കേസെടുക്കുകയും അറസ്റ്റ് അനിവാര്യമാക്കുകയും ചെയ്തതോടെ രാഹുൽ ഒളിവിൽ പോയി. അറസ്റ്റ് ഒഴിവാക്കാൻ ഒളിവിൽ പോകുകയും മുൻകൂർ ജാമ്യത്തിനായി ശ്രമം നടത്തുകയും ചെയ്യുന്നതിനിടെയാണ് മറ്റൊരു യുവതി കൂടി സമാനമായ ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് പാർട്ടിക്കും സമുന്നതരായ നേതാക്കൾക്കും പരാതി നൽകിയത്. കോടതി മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിന് 2 ദിവസം മുൻപാണ് രാഹുലിനെതിരായ രണ്ടാമത്തെ ലൈംഗികാരോപണം ഉന്നയിക്കപ്പെട്ടത്. രാഹുൽ ഒളിവിൽ കഴിയുമ്പോഴായിരുന്നു ഇത്. രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇമെയിൽ മുഖേന യുവതി നൽകിയ പരാതി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് യുവതി പരാതി നൽകി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. രണ്ടാമത്തെ ആരോപണം പുറത്തു വന്നതോടെ കോൺഗ്രസ് പാർട്ടി വലിയ സമ്മർദ്ദത്തിലായി. കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ K മുരളീധരനും VM സുധീരനും അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി. കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ വലിയൊരു നിരയും രാഹുലിനെതിരായി നിലകൊണ്ടു. രാഹുലിന്റെ കാര്യത്തിൽ ഇനി പ്രതീക്ഷയില്ലെന്നും പുകഞ്ഞ കൊള്ളി പുറത്താണെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സസ്പെൻഷൻ എന്നത് തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള ഒരു മാർഗമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ചു വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇനി അതിന് സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
രാഹുലിനെതിരെ KPCC കടുത്ത നടപടികൾക്കൊരുങ്ങുകയാണെന്ന് മാധ്യമങ്ങളെ അറിയിച്ചതും അദ്ദേഹമാണ്. പിന്നാലെ രാഹുൽ ഇനി പാർട്ടിയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ നിലപാടെടുത്തു. ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ എന്നിവരടക്കമുള്ളവരും രാഹുലിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. ഒരു സമയത്തും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് എടുത്തിട്ടില്ലെന്നും അങ്ങനെ ചെയ്യില്ലെന്നും JB മേത്തറും വ്യക്തമാക്കി. ഉചിതമായ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണെന്നും അവർ പറഞ്ഞു. രാഹുലിനെ ഏറെക്കുറെ കൈവിട്ടെന്ന സൂചന നൽകി ഷാഫി പറമ്പിലും പ്രതികരണം നടത്തി. ഇനി കാണേണ്ടത് മെഴുകാൻ വരുന്നവർ നിരത്തുന്ന വാദങ്ങളാണ്. അതിനുവേണ്ടി പ്രേക്ഷകരും കട്ട വെയിറ്റിംഗ് ആണ്.